ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. അടിമാലിയിൽ മണ്ണിടിഞ്ഞ പ്രദേശത്ത് വീണ്ടും വിള്ളൽ. ജില്ലാ ഭരണകൂടം നിയോഗിച്ച അന്വേഷണ സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യതയെന്ന് പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ട്. തുടർന്ന് NDRF സംഘവും അടിമാലിയിലെത്തി. വിവരങ്ങളുമായി അവിടെ നിന്നും സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ തോമസ്, ആശങ്കാജനകമാണ്. ഈ മണ്ണിടിഞ്ഞ പ്രദേശത്ത് തന്നെയാണ് വീണ്ടും വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. ജനവാസമുള്ള മേഖലയാണോ? ജില്ലാ ഭരണകൂടം എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത്? പരിശോധനയിലാണ് ഈ അടിമാലിയിലെ മണ്ണിടിഞ്ഞ ഭാഗത്ത് വീണ്ടും വിള്ളൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ന് ജില്ലാ ഭരണകൂടം പ്രത്യേകമായി നിയോഗിച്ച അന്വേഷണ സംഘം നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള മേഖലയിൽ ഇത്തരത്തിൽ മണ്ണിടിയാനുള്ള സാധ്യതാ പ്രദേശങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ഇത്തരത്തിൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് ഈ കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ് വലിയ ദുരന്തമുണ്ടായതിനോട് ചേർന്ന് തന്നെ വിള്ളൽ കണ്ടെത്തിയിട്ടുള്ളത്. നിലവിലിപ്പോൾ NDRF സംഘത്തിന് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മേഖലയിൽ ക്യാമ്പ് ചെയ്യാൻ. ഈ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് എന്ന് പോലീസ് ഇന്റലിജൻസും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേഖലയിൽ അതീവ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കൂടുതൽ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാൻ നിലവിൽ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രധാനമായും മേഖല കേന്ദ്രീകരിച്ച് ഇടുക്കി ജില്ലയിൽ നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവിധയിടങ്ങളിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ അടിമാലി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ ആ മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴ ഇടവിട്ട് പെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത വേണ്ട ചില മണിക്കൂറുകളാണ് നിലവിൽ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുബിൻ, ജനവാസ മേഖലയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ ഈ വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്ന്? നിലവിൽ 22 കുടുംബങ്ങളെ, അതായത് കഴിഞ്ഞ ദിവസം ദുരിതമുണ്ടായ സ്ഥലത്ത് തന്നെയാണ് നിലവിൽ കൂടുതൽ വിള്ളൽ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ആളുകളെ നിലവിൽ നേരത്തെ തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഈ മേഖലയിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ ഒഴിഞ്ഞ് പോയിട്ടുമുണ്ട്. അതായത് വീടുകളിൽ നിന്ന് സാധനങ്ങൾ ഉൾപ്പെടെയായി ഒഴിഞ്ഞ് പോയിട്ടുമുണ്ട്. ഇന്നലെ എല്ലാം ആളുകൾ അവിടെ നിന്ന് പോകുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ നൽകിയിരുന്നു. അത്തരത്തിൽ അവിടെ നിന്നുള്ള ആളുകളെ നിലവിൽ അപകട സാധ്യത ഉണ്ടാകാനുള്ള ഇടങ്ങളിൽ നിന്ന് ആളുകളെ എല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. കൂടുതൽ ആളുകളെ മാറ്റേണ്ടതുണ്ടോ എന്ന് പരിശോധിച്ച് നടപടിയെടുക്കാനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിലവിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അത് നേരിടുന്നതിന് വേണ്ടിയാണ് നിലവിലിപ്പോൾ NDRF സംഘത്തിനെ അവിടെ നിയോഗിച്ചിട്ടുള്ളത്. മറ്റ് സന്നദ്ധ സംഘടനകളും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സേവന സന്നദ്ധ സംഘടനകളോട് ജാഗരൂകരായിരിക്കാനും നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മഴ പെയ്യുന്നതാണ് നിലവിലിപ്പോൾ ഒരു പ്രതികൂല ഘടകമാകുന്നത്. ഇത്തരത്തിൽ മഴ കൂടുതലായി പെയ്തു കഴിഞ്ഞാൽ ഈ മണ്ണ് പെട്ടെന്ന് ഇടിഞ്ഞു താഴേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത നൽകിയപ്പോൾ പോലും ഈ വലിയ മൺകൂന ഇനിയും ഇടിയാനുള്ള സാധ്യത തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുകയും അത് പറയുകയും അവിടുത്തെ ആളുകളുടെ ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതീവ ജാഗ്രതയിലൂടെയാണ് നിലവിലിപ്പോൾ ആ ഒരു മേഖല കടന്നു പോകുന്നത്. ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഈ പ്രത്യേക സംഘം ജില്ലാ ഭരണകൂടം നിയോഗിച്ച അന്വേഷണ സംഘം പരിശോധന നടത്തിയിട്ടുണ്ട്. അതായത് നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് ഇത്തരം മേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിട്ടുണ്ട്. നാളെയും സമാനമായ രീതിയിലുള്ള പരിശോധനകൾ ഉണ്ടാവും. അതിനുശേഷമാവും ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. അതിനോടൊപ്പം തന്നെ ഈ മേഖലകളിൽ എന്തൊക്കെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം എന്നടക്കമുള്ള കാര്യത്തിൽ പ്രത്യേക നിർദ്ദേശവും അവർ നൽകുന്നുണ്ട്. യെസ്, താങ്ക് യു സുബിൻ. വളരെ ആശങ്കാജനകമായ ഒരു വാർത്തയാണ് സുബിൻ നൽകിയത്. അടിമാലിയിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ അതേ മേഖലയിൽ വീണ്ടും വിള്ളൽ കണ്ടെത്തിയിരുന്നു.